ഉരുൾപൊട്ടൽ അതിജീവിച്ച വയനാട് മുണ്ടക്കെ സ്വദേശി ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസൺ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ മേപ്പാടി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. ശ്രുതിക്കും അപകടത്തിൽ പരിക്കുണ്ട്. ഇന്നലെ വൈകിട്ട് ദേശീയപാതയിൽ കൽപ്പറ്റ വെള്ളാരംകുന്നിന് സമീപത്താണ് അപകടമുണ്ടായത്. ഈ മാസം അവസാനം വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുവരും വാഹനാപകടത്തിൽപ്പെട്ടത്. ദീപക് മോഹൻ വിവരങ്ങൾ നൽകും. ദീപക്, ദാരുണമായ സംഭവമാണ്. ശ്രുതിക്ക് ദുരന്തത്തിൽ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വരുന്നത്. വിവാഹ നിശ്ചയ ദിവസം ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം എന്താണ് ഇപ്പോൾ ഇവരുടെ ആരോഗ്യസ്ഥിതി? എന്താണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന? സ്മൃതി, അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. ഇന്നലെ വൈകിട്ടോടെയായിരുന്നു കൽപ്പറ്റയിൽ നിന്ന് കൊടുവള്ളിയിലേക്ക് പോകവേ വെള്ളാരംകുന്നിന് സമീപത്ത് വെച്ച സ്വകാര്യ ബസ്സും ഇവർ സഞ്ചരിച്ചിരുന്ന കാറുമായി കൂട്ടിയിടിച്ച അപകടമുണ്ടായത്. ഇപ്പോൾ ഈ പരിക്കേറ്റ ശ്രുതിയുടെ പ്രതിശുദ്ധ വരൻ ജെൻസനെ മേപ്പാടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ജെൻസൺ ഇപ്പോൾ ഉള്ളത്. തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, ഒപ്പം കാലിനും പുറത്തും പരിക്കേറ്റിട്ടുണ്ട്. നിലവിലിപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജെൻസൺ ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. മാത്രമല്ല ആന്തരിക രക്തസ്രാവമുള്ളത് കൊണ്ട് തന്നെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണെന്നാണ് നേരത്തെ നമ്മളോട് ഡോക്ടർ പറഞ്ഞത്. ഇവർ സഞ്ചരിച്ച ഒമിനി വാനാണ് ബസ്സുമായി ഇടിച്ചത്. വാഹനത്തിൽ 7 ആളുകൾ ഉണ്ടായിരുന്നു. 7 ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ശ്രുതിക്കും പരിക്കേറ്റിട്ടുണ്ട്. ശ്രുതിയെ ഇപ്പോൾ കൽപ്പറ്റയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടാവസ്ഥ തരണം ചെയ്തു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പക്ഷേ ജെൻസൺ ഗുരുതരാവസ്ഥയിൽ തന്നെയാണുള്ളത്. ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കൂടുതൽ കാര്യങ്ങൾ ഡോക്ടർമാർ ഇപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്നലെ വൈകിട്ടോടുകൂടി ഉടൻ തന്നെ കൽപ്പറ്റയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായിരുന്നു മേപ്പാടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ശ്രുതിയെ പിന്നീട് ജെൻസൺ ഈ മാസം അവസാനത്തോടുകൂടി വിവാഹം കഴിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. മാത്രമല്ല ഈ ജെൻസനെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന വഴി ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ മേപ്പാടി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചികിത്സ തുടരുകയുമാണ് ഉണ്ടായത്. ഏതായാലും ഡോക്ടർമാർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ജെൻസനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ. പക്ഷേ ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയിക്കാൻ കഴിയുമെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന വിവരം. ശ്രുതി, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.